ഹായ് ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ രാവിലെ മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിന്ന് പാലക്കാട് പോകണം. ഇപ്പോൾ ഉള്ളത് കല്ലരിക്കോട്. ഇവിടെ ഒരു സൈക്ലിസ്റ്റിൻ്റെ ഒരു പേരെന്തൊക്കെ ഓരോ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്നലത്തെ സ്റ്റേ ഇവിടെയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാതെ അവിടുന്ന് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ദോശയും ചട്നിയും ഒക്കെ കഴിച്ച് അവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരുപാട് കിലോമീറ്റർ ഒന്നും കവർ ചെയ്യാറില്ല. ഏകദേശം ഒരു 25 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ കവർ ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ എണീറ്റ് റെഡി ആയപ്പോൾ തന്നെ ഏകദേശം 7-8 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് റൈഡ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം അത്യാവശ്യം നല്ല കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 60-70 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കവർ ചെയ്തതാണ്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് റൈഡ് ചെയ്യാനുള്ളൂ വിചാരിച്ചിട്ട് കുറച്ച് വൈകി പോന്നു. പക്ഷേ റൈഡ് ചെയ്യാൻ കുറച്ചുള്ളെങ്കിലും നല്ല പാലക്കാടിൻ്റെ നല്ല ചൂടും ഉണ്ടായിരുന്നു. പോരാത്തതിന് നല്ല കാറ്റും ഓപ്പോസിറ്റ് ദിശയിൽ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് റൈഡ് ചെയ്യാൻ. നമ്മൾ പാലക്കാട് പേരൊന്നും പറയോ? ആണോ? സ്ഥലം കഞ്ചിക്കോട്. അപ്പോൾ പോകുന്ന വഴിയാണ്. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. ഇങ്ങനെ ഒരു എഫേർട്ട് വലിയൊരു കാര്യമാണ്. അതും ഫാമിലി ആയിട്ട് സൈക്കിൾ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ. വീടാണ് കഞ്ചിക്കോട്? വീടാണോ? ആ, വർക്ക് ചെയ്യുന്ന കഞ്ചിക്കോട് അല്ലേ? ഓക്കെ, സന്തോഷം. അങ്ങനെ 6ാമത്തെ ജില്ലയായ പാലക്കാടൊക്കെ എത്തി. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ കാറ്റ് പ്രതികൂലമാണ്. എന്തൊരു കാറ്റ്, അർക്കത്തിലും കൂടി റൈഡ് ചെയ്ത് പോരാൻ പറ്റുന്നില്ല. ഫുള്ള് ഇങ്ങനെ ഒലഞ്ചിക്കൊണ്ട് വന്നീനത്. അതുകൊണ്ടാണ് വല്ലവക്കോട് എന്ന് പറയുന്നത്. എന്തായാലും എത്തി. ഈസി ആയിട്ട് റൈഡ് ചെയ്ത് പോരാൻ വിചാരിച്ചു. പാലക്കാടിൻ്റെ ചൂട് ഒരു രക്ഷയില്ല. നല്ല ചൂടുണ്ടായിരുന്നു. പോരാത്തതിന് ഈ ഒരു കാറ്റും കൂടിയായിട്ടും ഏകദേശം നട്ടുച്ച സമയത്താണ് അവിടെ പാലക്കാട് എത്തുന്നത്. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ പാലക്കാട് നിന്ന് കൊല്ലംകോട് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മൾ പോകണില്ല. ഒന്ന് ഇവിടെ തന്നെ സ്റ്റേ തപ്പി പിടിച്ചിട്ട് ഇവിടെ നിൽക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മൾ പാലക്കാട് ഇതിൻ്റെ മുമ്പ് നമ്മൾ തനിച്ച് റൈഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് നമ്മൾ ഒരുമിച്ച് റൈഡ് ചെയ്ത് പോകുന്നത് ഇപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ്. അവർക്ക് പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇങ്ങനെ പാലക്കാട് ശരിക്കും കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. അതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കണം. പേരൊന്നും പറയോ? നിഷാദ്. സ്ഥലം പാലക്കാട്. അപ്പോൾ എങ്ങോട്ടാ പോണേ? ഓഫീസ് പോവാം. ഓക്കെ, താങ്ക് യു. പാലക്കാട് എത്തിയപ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് പോകണം വിചാരിക്കുന്ന സ്ഥലമാണ് ജസ്റ്റ് ബൈ സൈക്കിൾസ്. ഇവിടെ നിന്നാണ് എൻ്റെ സൈക്കിൾ നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്നതും. ഇതുപോലെ തന്നെ ഒരു യാത്ര എന്നുള്ള ദിവസം കാണാനൊക്കെ തുടങ്ങി. ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം വീട്ടില്. പരിചയപ്പെടുത്തിയാൽ മതി പേര്. അതെ, എൻ്റെ പേര് രാധാകൃഷ്ണൻ. ആർക്കെ എന്ന് അറിയപ്പെടും. സൈക്കിളിൻ്റെ മെക്കാനിക്കലാണ്, സൈക്ലിസ്റ്റാണ്. പിന്നെ ഇവരെ ഒത്തിരി നാളായിട്ട് എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ഞാനിതാ ഇവിടെ ജസ്റ്റ് ബൈ സൈക്കിൾസിലാണ് വർക്ക് ചെയ്യുന്നത്, പാലക്കാട്. സാധാരണ വർദ്ധൻ്റെ വണ്ടിയൊക്കെ ഇവിടെ നിന്ന് എടുത്തത്. പിന്നെ നമ്മൾ ഒരുമിച്ച് റൈഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പെരിന്തമണ്ണായിരുന്ന സമയത്ത് നമ്മൾ ആളിനോളാണ് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ്. ഈ റൈഡിനൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ റൂം എടുത്ത് നിൽക്കാന്നുള്ളൊരു തീരുമാനം എടുത്തു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നളന്താന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നമ്മൾ റൂം എടുത്തു. സൈക്കിൾ അവിടെ സർവീസിന് കൊടുത്തതിന് ശേഷം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഈവനിങ് ഇറങ്ങി. വീഡിയോ യൂട്യൂബിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തോ? ഓക്കെ, എൻ്റെ പേര് ദിലീപ് എന്നാണ്. ഞാനിവിടെ ഫോർട്ട് പെഡലേഴ്സ് പാലക്കാടിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അത് നിങ്ങളുടെ ഫുൾ ടൈം ടിൽ യുവർ റൈഡ് ആൻഡ് നമ്മൾ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. എന്താവശ്യം നമ്മൾ വിളിക്കാം. ഓൾവേസ് ഗുഡ് ലക്ക്, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഇത് ഗണേഷ് അണ്ണൻ. I am Ganesh Kannan from Team Bison. We are organizing a tour from India to Sri Lanka, tour of Jaffna. I have come to Palakkad for releasing our T-shirt, and JBC is our ride partner, and we will be releasing the jersey day after tomorrow. For that purpose I come and I am riding in Palakkad. I am wishing you both all the best. Thank you. And, safe ride. Thank and you.
attain your ambition, whatever you wanted to do in the ride. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ റൈഡ്. എൻ്റെ പേര് മഹേഷ് മുള്ളർ, ജസ്റ്റ് ബൈ സൈക്കിൾസിൻ്റെ പാർട്ണറാണ്. നിങ്ങൾക്ക് എല്ലാ സർവീസിൻ്റെ ടെക്നിക്കൽ സൈഡ് കംപ്ലീറ്റ് ഞങ്ങളെ സ്പോൺസർ ചെയ്യുന്നു. എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. റൈഡ് രണ്ടുപേർക്കും ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൈക്കിൾ എടുത്ത് പോയപ്പോൾ നമുക്ക് ഒരു ആഗ്രഹം മാത്രമേ ഒരു യാത്ര ഉണ്ടായിരുന്നു. ഇവരെല്ലാം നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയതായിരുന്നു അവിടെ. പിന്നെ അവിടെ എല്ലാവരും കൂടെ നമ്മൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ സൈക്കിൾ എടുത്ത് കൊണ്ടുപോകാൻ വന്ന സൈക്കിൾ സർവീസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് മോർണിംഗ് രാവിലെ റൈഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ സൈക്കിൾ എടുക്കാൻ വന്നതേനു. അപ്പോൾ അവരൊക്കെ നമ്മളവിടെ മീറ്റ് ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ നമ്മളടുത്ത് സൈക്കിൾ റൂമിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നമുക്കിനി ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയത്. അവർ പിന്നെ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ കൂടെ ഒരുമിച്ച് നമ്മൾ അവിടെ ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് സന്തോഷം. അവരൊക്കെ ഇതേപോലെ ഒരുപാട് സൈക്കിൾ യാത്ര ചെയ്യണവരാണ്, സൈക്ലിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് ഈ ഒരു യാത്രയിൽ ത്രൂ ഔട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അതുതന്നെ വലിയ സന്തോഷമാണ്. നമ്മളെ ഈ ഒരു യാത്രയിൽ കൂടുതൽ കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരും സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്നവരും സൈക്ലിംഗ് ചെയ്യുന്നവരുമാണ്. പിന്നെ നമ്മൾ ഇത് ജസ്റ്റ് ബൈക്ക് സൈക്കിൾസിൻ്റെ ഓണറാണ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് അവിടുത്തെ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കനും ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പാലക്കാട് എത്തി കഴിഞ്ഞപ്പോൾ സത്യമായിട്ടും നല്ല ഈ ഒരു ചൂട് കൊണ്ടാവും പെട്ടെന്ന് വയനാട് നിന്ന് പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ചൂടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിന്. അങ്ങനെ അവരെ കൂടെ ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവരെന്നെ നമ്മൾ തിരിച്ച് ഡ്രോപ്പ് ചെയ്ത് തരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാഹിൽ നമ്മൾ കുറച്ച് പേർക്ക് പെർഫ്യൂം വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെർഫ്യൂം കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന് പെർഫ്യൂമൊക്കെ സെയിൽ ചെയ്ത് അങ്ങനെ നല്ല രസമാക്കിയിട്ടാണ് പോകുന്നത്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ ഒരു യാത്രയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സൂപ്പർ, നന്നായി പറഞ്ഞോ. രാവിലെ കാണാം. അവരങ്ങനെ നമ്മളെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പോയി. ഇനിയിപ്പോൾ നാളെ നമുക്ക് റൈഡ് ചെയ്ത് പോകാനുള്ളത് കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട് ഓൾറെഡി നമുക്ക് സ്റ്റേ ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് കൊല്ലങ്കോട് പോകണം. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കിടന്നുറങ്ങിയ റൂമിലൊക്കെ പോയിട്ട് രാവിലെ നേരത്തെ റൈഡ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. നാളെ തന്നെ പ്ലാനുകളൊക്കെ എന്താവും ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല. എന്തായാലും സ്റ്റേ ഓൾറെഡി നമ്മൾ ബുക്ക്ഡാണ്.